നമസ്കാരം. ഇന്ന് ഊർജ്ജ സംഭരണ രംഗത്ത് നൂതനമായ പല ചുവടുവെപ്പുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അതേ തുടർന്ന് വ്യത്യസ്തമാർന്ന ഒട്ടനേകം കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ച വാർത്തകളും പതിവായി നാം കേൾക്കാറുമുണ്ട്. ഇപ്പോഴിതാ ഏറെ അഭിമാനാർഹമായ ഒരു നേട്ടം ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുകയാണ്. നിലവിലുള്ള ഊർജ്ജ സംഭരണ സംവിധാനങ്ങളെ പുനർനിർവചിക്കാൻ പ്രാപ്തിയുള്ള സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ശേഷിയുള്ള സോഡിയം അയൺ ബാറ്ററികളാണ് ഇന്ത്യയിൽ നിന്നുള്ള ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ബംഗളൂരുവിലെ ജാക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത ഈ ബാറ്ററികൾ വെറും 6 മിനിറ്റിനുള്ളിൽ 80% വരെ ചാർജ് ചെയ്യാനും 3000 സൈക്കിളുകളിൽ കൂടുതൽ നിലനിൽക്കാൻ ശേഷിയുള്ളവയുമാണ്. അങ്ങനെ പരമ്പരാഗത ലിഥിയം അയൺ ബാറ്ററികൾക്ക് സുസ്ഥിരവും താങ്ങാനാവുന്നതുമായ ഒരു ബദൽ സംവിധാനം ഇന്ത്യ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിലവിലുള്ള ലിഥിയം അയൺ ബാറ്ററികൾ ഊർജ്ജ സംഭരണ മേഖലയിൽ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിലും അവയുടെ ഉയർന്ന വിലയും ഉൽപാദനം സംബന്ധിച്ച വെല്ലുവിളികളും വലിയ വിഷയമാണ്. ലിഥിയത്തിന് പകരം സോഡിയം ഉപയോഗപ്പെടുത്തിയുള്ള ബാറ്ററി നിർമ്മാണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ കാര്യക്ഷമമായി നടപ്പാക്കാനാകും. കാരണം ഇന്ത്യയിൽ ഏറെ സമൃദ്ധവും വില കുറഞ്ഞതുമായ സോഡിയം ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾക്കായി പ്രയോജനപ്പെടുത്താം. ബാറ്ററി നിർമ്മാണത്തിനായി സോഡിയം ഉപയോഗപ്പെടുത്തിയുള്ള പുതിയ ചുവടുവയ്പ് രാജ്യത്തെ ആത്മനിർഭർ ഭാരത് ദൗത്യവുമായി യോജിപ്പിച്ചാണ് സാധ്യമാക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള ഗവേഷക സംഘം വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സോഡിയം അയൺ ബാറ്ററികളുടെ വിപുലമായ ഉൽപാദനം ഊർജ്ജ സംഭരണ രംഗത്ത് ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വഴിതുറക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പരമ്പരാഗത സോഡിയം അയൺ ബാറ്ററികൾ പലപ്പോഴും മന്ദഗതിയിലുള്ള ചാർജിങ്ങും കുറഞ്ഞ ആയുസ്സുമാണ് പ്രകടമാക്കുന്നത്. ഇത് അവയുടെ വ്യാപകമായ സ്വീകാര്യതയെ പരിമിതപ്പെടുത്തുന്നു. ഇത് മുൻനിർത്തിയാണ് ഗവേഷകർ പുതു സാങ്കേതിക വിദ്യ സാധ്യമാക്കാനുള്ള ഗവേഷണ പദ്ധതി ആവിഷ്കരിച്ചത്. പ്രൊഫസർ പ്രേംകുമാർ സെൽഗുട്ടുവിന്റെയും PhD പണ്ഡിതനായ ബിപ്ലബ് പാത്രയുടെയും നേതൃത്വത്തിൽ ഈ ഗവേഷക സംഘം ഒരു നാസിക്കോൺ ടൈപ്പ് കാഥോഡ് വികസിപ്പിച്ചെടുത്തു. അങ്ങനെ ഒരു പ്രത്യേക ആനോഡ് മെറ്റീരിയലിനും അവർ രൂപം നൽകി. ഈ മെറ്റീരിയൽ വേഗത്തിലുള്ള അയൺ ചലനത്തിനായി നാനോ സ്കെയിലിലേക്ക് ചുരുക്കൽ, സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് കണികകളെ കാർബൺ കൊണ്ട് പൂശൽ, ആനോഡ് പ്രകടനം വർദ്ധിപ്പിക്കുന്നതിന് അലുമിനിയം ചേർക്കൽ എന്നിങ്ങനെ 3 പ്രധാന ഒപ്റ്റിമൈസേഷനുകൾക്ക് വിധേയമായി. ഈ നൂതന ആശയങ്ങളിലൂടെ ഈ ഗവേഷകർ ഉരുത്തിരിച്ചെടുത്ത സോഡിയം അയൺ ബാറ്ററികൾക്ക് വേഗത്തിലുള്ള ചാർജിങ്ങും ഈടും ഉറപ്പാക്കപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നതിനു പുറമെ കാര്യമായ തേയ്മാനമില്ലാതെ 3000-ലധികം ചാർജ് സൈക്കിളുകൾ താങ്ങാനും ഈ ബാറ്ററികൾക്കാകും. ഈ സവിശേഷതകൾ ഇത്തരം ബാറ്ററികളുടെ ഭാവിയിലെ വിശാലമായ ഉപയോഗക്ഷമതയ്ക്ക് വഴിയൊരുക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ ഗ്രിഡുകൾ, ഡ്രോണുകൾ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിൽ മുതൽ ഗ്രാമീണ വീടുകളിൽ പോലും ഊർജ്ജ ലഭ്യതയ്ക്കായി ഇത്തരം ബാറ്ററികൾ ഉപയോഗപ്പെടുത്താനാകും. ഇന്ത്യയിൽ നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സോഡിയം അയൺ ബാറ്ററികളുടെ സുരക്ഷയും കാര്യക്ഷമതയും ഏറെ ശ്രദ്ധേയമാണ്. ഇലക്ട്രോ കെമിക്കൽ സൈക്ലിംഗ്, ക്വാണ്ടം സിമുലേഷനുകൾ തുടങ്ങിയ പരീക്ഷണ രീതികൾ അവലംബിച്ചതുവഴി പരമ്പരാഗത ലിഥിയം അയൺ സിസ്റ്റങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന അമിത ചൂടാകലിനും ഒപ്പം തീപിടുത്തത്തിനുമെതിരെ പുതിയ ബാറ്ററിയുടെ വിശ്വാസ്യത സ്ഥിരീകരിച്ചു. വേഗത്തിൽ ചാർജ് ചെയ്യാനുള്ള കഴിവ് പ്രകടമാക്കുന്നതിനൊപ്പം അവ കാര്യക്ഷമതയിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സോഡിയം അയൺ ബാറ്ററികളുടെ ഇത്തരം പ്രത്യേകതകൾ ഇവയുടെ വൻതോതിലുള്ള വാണിജ്യവൽക്കരണത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ബാറ്ററിയിൽ കൂടുതൽ പരിഷ്കരണങ്ങൾ വരുത്തുന്നതോടെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾക്ക് സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ ഒരു പരിഹാരമായി ഈ സോഡിയം അയൺ ബാറ്ററികൾ ഉയർന്നു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ പുതിയ കണ്ടുപിടുത്തം ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഉയർന്ന പ്രകടനവും താങ്ങാനാവുന്ന വിലയും കൊണ്ട് സോഡിയം അയൺ ബാറ്ററികൾ ഇന്ത്യയിൽ മാത്രമല്ല വരും ഭാവിയിൽ ആഗോള വിപണികളും കീഴടക്കുമെന്ന് തന്നെയാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.